അല്ലാഹുവേ എന്റെ ശിക്ഷയെ നീ ഒന്ന് പിന്തിക്കണേ അല്ലാ. നാളെ പുനർജീവിപ്പിക്കുന്ന നാൾ വരെ എന്റെ ശിക്ഷയെ പിന്തിക്കണേ അല്ലാ. ഖാല ഇന്നക മിനൽ മുൻവരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് പറയുകയാണ്, നിന്റെ ശിക്ഷ ഞാൻ ഉടനടി എടുക്കുന്നില്ല. നാളെ പുനർജീവിപ്പിക്കുന്ന നാൾ വരെ നിനക്ക് ഞാൻ സാവകാശം നൽകുകയാണ്. നിന്റെ ശിക്ഷയെ പിന്തിപ്പിക്കുകയാണ്. നാളെ നിന്നെ അതിശക്തമായി പിടിക്കുന്നതാണ് എന്ന് അല്ലാഹു അവനോട് പറയുകയാണ്. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം. ഉടനെ തന്നെ ഇബ്ലീസ് റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ നീ എന്നെ പിന്തിച്ചതിന്റെ കാരണം കൊണ്ട് എന്റെ ശിക്ഷയെ നീ പിന്തിച്ചല്ലോ. നാളെ ഖിയാമത്ത് നാൾ വരെ പിന്തിച്ചല്ലോ. അത് മുൻനിർത്തി നിന്നോട് ഞാൻ ശപഥം ചെയ്തുകൊണ്ട് പറയുകയാണ്, ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം. നിന്റെ സച്ചരിതരാകുന്ന അടിമകളെ സാൽപാന്താവിലേക്ക് എത്തിക്കാതെ അവരുടെ മുന്നിൽ ചെന്നുകൊണ്ട് ഞാനിരിക്കും അല്ലാഹ്. സൽപാന്താവിലേക്ക് ജനങ്ങളെ എത്തിക്കുകയില്ല അല്ലാഹ്. സൽപാന്താവിലേക്ക് സൽവൃത്തരാകുന്ന ആളുകളെ നീ കണ്ടെത്തുകയില്ല, കൊണ്ടുപോകാൻ സമ്മതിക്കൂല. നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് എല്ലാ കാര്യത്തെ തൊട്ട് ഞാൻ അവരെ തടഞ്ഞു വെക്കും. വമാ സിറാത്തുൽ മുസ്തഖീം ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം. ഞാൻ തീർച്ചയായും തടയുക സിറാത്തുൽ മുസ്തഖീം എന്ന മാർഗത്തെ തൊട്ടാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. വിശുദ്ധമായ ഖുർആൻ ഇബ്ലീസിന്റെ വാദഗതി ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്താൻ. വമാ സിറാത്തുൽ മുസ്തഖീം. എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ? നേരായ പാത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇതിന് തഫ്സീർ കൊടുത്തത്, വിശദീകരണം കൊടുത്തത് ഇലാ തുരീഖി മക്ക എന്നുള്ളതാണ്. മക്കയുടെ വഴിയെ തൊട്ട് ഞാൻ തടയുമെന്നാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി തയ്യാറാവാൻ അവന് സാധിക്കുകയില്ല. പരിശുദ്ധമായ മക്കയുടെ തൊട്ട് ഞാൻ തടയുമേ. പരിശുദ്ധ കഅബ കൺകുളിർക്കെ കാണാൻ സാധിക്കുകയില്ല. ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നൽകിയ തഫ്സീറാൻ. തീർച്ചയായും ത്വരീഖു മക്ക, മക്കയുടെ വഴിയെ തൊട്ട് തടയുമേ. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ആപ്ലിക്കേഷനുകൾ പൂരിപ്പിക്കേണ്ട സമയമാ. നിയ്യത്ത് വെക്കണേ സഹോദര, നിയ്യത്ത് വെക്കണേ ഉമ്മ. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി കഴിവുണ്ടായിട്ട്, വഴിയാലും മുതലാലും സമ്പത്തിനാലും ഒക്കെ കഴിവുണ്ടായിട്ട് പിടിച്ചു വെക്കുന്ന ജനങ്ങളെ, നീ പിശാചിന്റെ പിടിയിലാണ്. അവന്റെ കരവലയത്തിലാണ്, അവന്റെ പിടിയിലാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങള്, അല്ലാഹുവിന്റെ റസൂല് ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്ലീസ് റബ്ബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞതാണ്, സിറാത്തുൽ മുസ്തഖീമിനെ തൊട്ട് തടയമേ. സിറാത്തുൽ മുസ്തഖീം എന്താണെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് വ്യക്തമാക്കുകയാണ്. മക്കയുടെ വഴിയാണ്. കഅബ കൺകുളിർക്കെ കാണുന്നതിനെ തൊട്ട് കാലാകാലം അവനെ തടയുമേ എന്ന് ഇബ്ലീസ് വാദിച്ചുവെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതുവരെ ഹജ്ജിന് വേണ്ടി പോകാൻ കഴിയാത്തവർ നിയ്യത്ത് വെക്കണം, ഈ വർഷം തന്നെ പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് ഒരു തഫ്സീറാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തഫ്സീറാണ്. ഇനി അതല്ല, സിറാത്തുൽ മുസ്തഖീമിന് പൊതുവായ അർത്ഥം നേരായ എല്ലാ മാർഗത്തെ തൊട്ട് തടയും. നമസ്കാരം, നോമ്പ്, സകാത്ത് എല്ലാ അമലിനെ തൊട്ടും ഞാൻ തടയും. ഇബ്ലീസ് അങ്ങനെയാണ് ശപഥം ചെയ്തിട്ട് വന്നത്. അങ്ങനെ തന്നെ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അവൻ പറഞ്ഞ വാദഗതികൾ ഖുർആൻ ഓർമ്മപ്പെടുത്താൻ അള്ളാഹുയുടെ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് പറഞ്ഞത് അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്താൻ, നമ്മളെ പഠിപ്പിക്കാൻ. ഇതൊക്കെ നമ്മൾ അറിയണം, മനസ്സിലാക്കണം. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن الشمائل
إليهم ولا تجد أكثرهم شاكرين. നിന്നെ സച്ചരിതരാകുന്ന അടിമകളുടെ മുന്നിലേക്ക് ഞാൻ ചെല്ലും അല്ലാ, അവരുടെ പിന്നിലൂടെ ചെന്ന് അവരെ ഞാൻ പിഴപ്പിക്കും അല്ലാ, അവരെ സാൽപന്താവിലേക്ക് നീ എത്തിക്കുകയില്ല റബ്ബേ. അവരുടെ വലത് ഭാഗത്തിലൂടെ ചെല്ലും, അവരുടെ ഇടത് ഭാഗത്തിലൂടെ ചെല്ലും, അവരുടെ മുന്നിലൂടെ ചെല്ലും, അവരുടെ പിറകിലൂടെ ചെല്ലും. വലാ തജിദു അക്സറഹും ശാകിരീൻ. അവരിൽ അധിക ആളുകളെയും നീ നന്ദിയുള്ളവരായി എത്തിക്കുകയില്ല റബ്ബേ. അധിക ആളുകളെയും നന്ദിയുള്ളവരായി നീ എത്തിക്കുകയില്ല അല്ലാ. ഇബ്ലീസിന്റെ വാക്കാണ് ഇതൊക്കെ. റബ്ബിനോട് പറയാ, അധിക ആളുകളെയും നന്ദിയുള്ളവരായി നീ എത്തിക്കൂല. ഞാനതിന് പൂട്ടിടും. മുന്നിലൂടെ ചെല്ലും, പിറകിലൂടെ ചെല്ലും, വലതുഭാഗത്തൂടെ ചെല്ലും, ഇടതുഭാഗത്തൂടെ ചെല്ലും. നന്മയിലേക്ക് അവനെ കൊണ്ടുപോകൂല. ആദ്യമായി അവൻ പറഞ്ഞ വാക്കിതാണ്. എന്നിട്ട് അവൻ ഇറങ്ങി തിരിച്ചു, പിഴപ്പിക്കാൻ വേണ്ടി ഇറങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ സമയം തന്നെ ആദം നബിയെ ഉറക്കി കിടത്തി. നല്ല നിദ്രയിലായി കിടന്ന ആദം നബിയുടെ ഇടത് വാരിയല്ലുകളിൽ നിന്ന് ഒരു വാരിയിൽ നിന്ന് ഹവ്വ ഉമ്മയെ പടച്ചു. നല്ലതുപോലെ പഠിക്കണേ, ഈ പറയുന്നത് ഖുർആൻ വെച്ചിട്ടുള്ള സംസാരമാണ്. ഒരു വാരിയിൽ നിന്ന് ഹവ്വ ഉമ്മയെ പടച്ചു. രണ്ടു പേരോടുമായി അല്ലാഹു പറഞ്ഞു, യാ ആദം ഉസ്കുൻ ആത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദാ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനോടും ഹവ്വയോടും പറയുകയാണ്, അല്ലയോ ആദമേ, ഹവ്വയേ, ഈ സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളണേ. രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് കടത്തുകയാണ്. സ്വർഗത്തിൽ നിങ്ങൾക്ക് രസിക്കാം, രമിക്കാം, സ്വർഗീയ ആസ്വാദനങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാം, സ്വർഗത്തിലെ കായികനികൾ ഭുജിക്കാം, കഴിക്കാം. പക്ഷെ ഒരൊറ്റ കണ്ടീഷനാണ്, വലാ തഖറബാ ഹാദിഹി الشجرة. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കൊണ്ട് പറയുകയാ, ഈ വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുക്കരുതേ, അതിന്റെ കായ്കനികൾ ഭക്ഷിക്കരുതേ, അതിൽ നിന്നേക്ക് നിങ്ങൾ അടുക്കുക പോലും അരുതേ. വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين. അതിന്റെ കായ്കനികളിലേക്ക് നിങ്ങൾ അടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നിന്ദ്യരാകും, നിസാരരാകും, മോശപ്പെട്ടവരാകുമേ. ശ്രദ്ധിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് കടത്തി ഒരു മരത്തിലെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ മരത്തിലേക്ക് അടുക്കരുത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ അല്ലാഹു പറഞ്ഞു, ഈ മരത്തിലേക്ക് അടുക്കരുത്. വേറെന്ത് നിങ്ങൾക്ക് കഴിക്കാം, കുടിക്കാം, എവിടെ വേണേലും പോവാം. ഇവിടൊക്കെ നമുക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഇനിയാണ് വിഷയത്തിലേക്ക് വരുന്നത്. മർമ്മപ്രധാനമായ വിഷയം ഇനിയാണ്, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇബ്ലീസ് അവനിങ്ങനെ ചിന്തിച്ചു, എങ്ങനെ ഇപ്പോ ആദമിനെയും ഹവ്വയും അവിടെ നിന്ന് പുറത്താക്കണം. എന്നെ പുറത്താക്കാൻ കാരണം ആദമാണ് അലൈഹിസ്സലാം. എന്നെ പുറത്താക്കാൻ കാരണം അവനാണ്. അവനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം. അവന് സുജൂദ് ചെയ്യാത്തത് കൊണ്ടാണല്ലോ റബ്ബ് എന്നെ പുറത്താക്കിയത്. അതിന് രണ്ടുപേരെയും പുറത്താക്കാൻ അവൻ ചിന്തിച്ചു. അവന്റെ മനസ്സിലേക്ക് ചിന്ത വന്നു, സ്വർഗത്തിൽ കഴിയുന്നവരുടെ വസ്ത്രം ഒന്ന് ഉരിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു അവരെ പുറത്താക്കും. ലോകത്ത് ആദ്യമായി ഇബ്ലീസ് നടത്തിയ പരിവർത്തനം വസ്ത്രവിധാനത്തിലാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ മക്കളിലൂടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത്രയും വാദഗതികൾ ഉണ്ടായിട്ട് പടച്ചറബ് നമ്മളോട് ഖുർആനിൽ അടിക്കടി ഓർമ്മപ്പെടുത്തി, ഇബ്ലീസിനെ സൂക്ഷിക്കണേ, ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, വ്യക്തമായ ശത്രുവാൻ, നിങ്ങളുടെ വർഗ ശത്രുവാൻ, സൂക്ഷിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിക്കടി ഓർമ്മപ്പെടുത്തി. ആ ഇബ്ലീസ് ആദ്യമായി അന്ന് പിടിച്ചതും ഇന്ന് നമ്മുടെ മക്കളിലും നമ്മുടെ സഹോദരിമാരിലും നമ്മുടെ ആൺമക്കളിലും ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നതും വസ്ത്രവിധാനത്തിൽ തന്നെയാണ്. അത് വികലമാക്കുന്നതിന് വേണ്ടി അവൻ പരിശ്രമിക്കുന്നു.
അതിനുവേണ്ടി അവൻ പരിശ്രമിച്ചത് എന്താ? വാപ്പയുടെയും ഉമ്മയുടെയും തുണിയൊന്ന് ഉരിച്ചിടണം, വസ്ത്രമൊന്ന് വെളിവാക്കണം, നഗ്നത വെളിവാക്കണം. അതിനുവേണ്ടി അവൻ ആദ്യമായി ചെയ്ത പരിപാടി വിലക്കപ്പെട്ട കായികനികൾ കഴിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അള്ളാഹു വിലക്കേർപ്പെടുത്തിയ കായികനികൾ കഴിക്കാൻ വേണ്ടി തുനിഞ്ഞാൽ തീർച്ചയായും അവരുടെ നഗ്നത വെളിവാകുമെന്ന സത്യം ഇബ്ലീസിന് നല്ലതുപോലെ അറിയാം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അതിനുവേണ്ടി കടന്ന് പരിശ്രമിക്കുകയാണ്. നല്ലതുപോലെ പരിശ്രമിച്ചു.